പക്ഷിമഘട്ട മലമുടക്കുകളിൽ അക്ഷര വെളിച്ചം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറിവിന്റെ വാതായനങ്ങൾ തുറന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയം ശ്രീ വിവേകാനന്ദ പഠനകേന്ദ്ര പാലേമാട് എടകര. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂർ തേക്ക് മ്യൂസിയം തുറന്നു. വിനോദസഞ്ചാരികൾ ആഹ്ലാദത്തിൽ. ആമസോൺ നദീതടങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ആനത്താമരയും ആദിവാസി മുത്തശ്ശിയുമായി സഞ്ചാരികളെ ആകർഷിച്ച് പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം തുറന്നത്. നാളെ മുതൽ നമ്മൾ തേക്ക് മ്യൂസിയം ആൻഡ് ദെൻ ബയോറിസോഴ്സ് നേച്ചർ പാർക്കിൻ്റെ ഈ റീ ഓപ്പണിംഗ് ചെയ്യുകയാണ്. എല്ലാവരും അകലെ പാലിച്ചിട്ട് മാസ്ക് ധരിച്ചിട്ട് ഇതിലേക്ക് വന്നിന് എൻജോയ് ചെയ്യണം. കോവിഡ് വ്യാപനം തുടങ്ങുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ മാർച്ച് 15-നാണ് മ്യൂസിയവും അതിനോടനുബന്ധിച്ചുള്ള ജൈവ വൈവിധ്യ ഉദ്യാനവും അടച്ചിട്ടത്. കഴിഞ്ഞ 1-ാം തീയതി പാർക്കുകളും ബീച്ചുകളും തുറക്കാമെന്ന സർക്കാരിന്റെ ഉത്തരവ് വന്നിരുന്നെങ്കിലും ജില്ലയിൽ 144 പ്രഖ്യാപിച്ചിരുന്നതിനാൽ മ്യൂസിയം തുറക്കാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ 15-ന് 144 പിൻവലിച്ചതിനാൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ മ്യൂസിയം തുറക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. 8 മാസത്തിന് ശേഷമാണ് തേക്ക് മ്യൂസിയം ബുധനാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. ഓരോ മാസവും ശരാശരി 10 ലക്ഷം രൂപയാണ് മ്യൂസിയത്തിൽ നിന്ന് വരുമാനമുണ്ടായിരുന്നത്. വിനോദമേഖലയിൽ വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം കേരള വനം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപകേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ കേന്ദ്ര സ്ഥാപനം പ്രവർത്തിക്കുന്ന തൃശൂർ പീച്ചിയിലേതിനേക്കാൾ വലിയതാണ് നിലമ്പൂരിലെ കേന്ദ്രം. മ്യൂസിയം കെട്ടിടത്തിന്റെ പിറകിലാണ് വിശാലമായ ജൈവ വൈവിധ്യ ഉദ്യാനം ഒരുക്കിയിട്ടുള്ളത്. മ്യൂസിയം കെട്ടിടത്തിന്റെ പിറകിൽ ചെറിയ ഒരു കുളത്തിൽ ചെസ് കളിക്കുന്ന 2 തവളകളുടെ ശില്പം സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. സഞ്ചാരികൾക്ക് ഏറെ കൗതുകമുണ്ടാക്കുന്ന ആനത്താമര ബംഗളൂരുവിലെ ലാൽബാഗ് പാർക്കിൽ നിന്നാണ് കൊണ്ടുവന്നത്. പച്ച നിറത്തിൽ വലിയ വട്ടത്തിലുള്ള ഇതിന്റെ ഇലകളിൽ 4-5 കിലോയുള്ള കുട്ടികളെ ഇരുത്താനാവും. ഇലയുടെ അടിഭാഗം മുഴുവൻ മുള്ളുകളാണ്. സാധാരണ താമരപ്പൂക്കൾ വിരിഞ്ഞാൽ കൂടുതൽ ദിവസം നിലനിൽക്കുമെങ്കിൽ ആനത്താമരയുടെ പൂക്കൾ ഒരു ദിവസം മാത്രമാണ് വിരിഞ്ഞാൽ നിലനിൽക്കുക. രാവിലെ വിരിയുമ്പോൾ വെള്ള നിറത്തിലുള്ള പൂക്കളുടെ ഇതളുകൾ വൈകുന്നേരത്തോടെ പിങ്ക് നിറത്തിലേക്ക് മാറും. ഇലകളാണെങ്കിൽ ആദ്യം കടും ചുവപ്പിൽ തുടങ്ങി വളർച്ചയെത്തുമ്പോൾ പച്ച നിറമായി മാറും. തിരുവനന്തപുരത്തെ ജവഹർലാൽ നെഹ്റു ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ബംഗളൂരുവിലും നിലമ്പൂരിലും മാത്രമാണ് ഇത്തരത്തിലുള്ള ആനത്താമരയുള്ളതെന്ന് കേന്ദ്രത്തിന്റെ മേധാവി മല്ലികാർജുന സ്വാമി പറഞ്ഞു. ഔഷധ സസ്യങ്ങൾക്കായുള്ള സ്ഥലത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അവിടെ വലിയൊരു ആദിവാസി മുത്തശ്ശിയുടെ പ്രതിമ നിർമ്മിച്ചിട്ടുണ്ട്. ചിതറിക്കിടക്കുന്ന മുടിയും വലിയ കമ്മലുമെല്ലാം ശില്പത്തിന് ചാരുത പകരുന്നുണ്ട്. പാർക്കിലെ ഓരോ മേഖലയും പ്രത്യേകം ചെടികൾക്കായി നീക്കിവച്ചിരിക്കുകയാണ്. ചിത്രശലഭങ്ങൾക്കായി പ്രത്യേകം ഇടം തന്നെ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് സന്ദർശക നിരക്ക്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തുറക്കുന്നതിനാൽ 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും 60 വയസ്സിന് മുകളിലുള്ളവർക്കും പാർക്കിലേക്ക് പ്രവേശനം അനുവദിക്കുകയില്ല. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.